കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ഫാബ്രിക്കേറ്റഡ് കോൺസ് മലയാളം എപ്പിസോഡ് 26-ൽ നമ്മൾ പറഞ്ഞു വന്നത് ഒരു സ്ക്വയർ ടു റൗണ്ട് ജോബിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ്. അതായത് ആ സ്ക്വയറിന്, ആ സമചതുരത്തിന് 800 നീളമെന്നും അതിൻ്റെ കൃത്യമധ്യഭാഗത്ത് വരുന്ന റൗണ്ടിന് 400 ഡയമീറ്റർ എന്നും ആ 400 ഡയമീറ്റർ 500 mm പൊക്കത്തിലാണ്, ഉയരത്തിലാണ് സമചതുരത്തിൽ നിന്നും എന്നും നാം പറഞ്ഞു. നമ്മളതിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്തു വരികയായിരുന്നു. ഏതാണ്ട് പല ഡെവലപ്മെൻറ്റുകളും നമുക്കതിൽ കിട്ടി, മെഷർമെൻറ്റുകളും കിട്ടി. അതിൽ നമ്മൾ മുഖ്യമായും ആദ്യം എടുത്തത് 0 മുതൽ 10 വരെയുള്ള മെഷർമെന്റ് ആയിരുന്നു. അതിന്റെ ട്രൂ ലെങ്ത് നമ്മൾ കിട്ടി. ട്രൂ ലെങ്ത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്തു. 0 മുതൽ 10 വരെ കിട്ടിയതിനു ശേഷം 10 മുതൽ 9 വരെയുള്ള ട്രൂ ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതിനുശേഷം 9 മുതൽ 0 വരെയുള്ള ട്രൂ ലെങ്ത് എടുക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതിനുശേഷം 9 മുതൽ 1 വരെയുള്ള ട്രൂ ലെങ്ത് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയത്. അപ്പോൾ 9 മുതൽ 1 വരെയുള്ള ട്രൂ ലെങ്ത് എടുക്കാൻ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇപ്രകാരമുള്ളൊരു ത്രികോണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. 9 മുതൽ 1 വരെയുള്ള ട്രൂ ലെങ്ത് കിട്ടാൻ കാരണം അത് ഈ കാണുന്ന പ്ലാനിൽ കാണുന്ന 9 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് ഒരിക്കലും ട്രൂ ലെങ്ത് അല്ല, സത്യമായ മെഷർമെന്റ് അല്ല എന്നറിയാം. കാരണം 9 എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് ഇരിക്കുന്ന പ്രതലത്തിൽ നിന്നും, തലത്തിൽ നിന്നും, പ്ലെയിനിൽ നിന്നും 500 mm താഴെയാണെന്നറിയാം. അതുകൊണ്ട് മുകളിലുള്ള മെഷർമെന്റും താഴെയുള്ള മെഷർമെന്റുമാണ്. അപ്പോൾ ഒരിക്കലും പ്ലാനിൽ നിന്ന് നോക്കുമ്പോൾ 1, 9 എന്നുള്ള മെഷർമെന്റ് ട്രൂ ലെങ്ത് അല്ല. അത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കിയാലും അത് 1 മുതൽ 9 വരെയുള്ള മെഷർമെന്റ് ട്രൂ ലെങ്ത് അല്ലെന്ന് നമുക്കറിയാം. കാരണം 9 നാം എവിടെ നിന്ന് നോക്കുന്നു അതിനോട് വളരെയധികം അടുത്ത പോയിന്റിലാണ്, വളരെയധികം അടുത്താണ് ഇരിക്കുന്നത്. എന്നാൽ 1 എന്നുള്ള മെഷർമെന്റ് നാം ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ 9-ൽ നിന്ന് വെർട്ടിക്കലായിട്ട് ഒരു ലംബമായിട്ട് ഒരു പ്ലെയിൻ വരച്ചാൽ അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ 1, 9 എന്നുള്ളത് പ്ലാനിലും ട്രൂ ലെങ്ത് ആയിട്ടല്ല കാണുന്നില്ല, ഫ്രണ്ട് വ്യൂവിലും 1, 9 ട്രൂ ലെങ്ത് ആയിട്ട് കാണുന്നില്ല. നമുക്ക് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ പറഞ്ഞത് ഇപ്രകാരം ഒരു ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. അതായത് 1 മുതൽ ഈ ലൈൻ വരെ, ഈ ലൈന് ലംബമായി വരുന്ന രീതിയിൽ ഒരു വര നമ്മൾ വരച്ചെടുക്കണം. അതിന് മെഷർമെന്റ് കണ്ടുപിടിക്കണം, അളവ് കണ്ടുപിടിക്കണം. അതോടൊപ്പം അത് എവിടെ വന്ന് മുട്ടുന്നു അവിടെ മുതൽ 9 വരെയുള്ള മെഷർമെന്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ത്രികോണം കിട്ടി നമുക്ക്. 9 മുതൽ 1 വരെയും 1 മുതൽ നമ്മൾ പുതുതായി കണ്ടെത്താൻ പോകുന്ന പോയിന്റ് വരെയും ആ പോയിന്റ് മുതൽ 9 വരെയുമുള്ള ഒരു ത്രികോണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതും ട്രൂ ലെങ്ത് അല്ല എന്നും ഞാൻ പറഞ്ഞു തന്നു. കാരണം ആ ലെങ്ത്തും ഗ്രൗണ്ട് ലെവലിൽ, ഫ്ലോർ ലെവലിൽ, അതായത് സമചതുര താഴെയാണെന്നറിയാം, ആ സമചതുരത്തിന്റെ ലെവലിൽ മാത്രമുള്ള ഒരു ത്രികോണം മാത്രമേ ആകുന്നുള്ളൂ എന്ന് നമുക്കറിയാം. 1 മുതൽ ഇവിടം വരെയും ഈ പോയിന്റ് മുതൽ 9 വരെയും 9 മുതൽ 1 വരെയും എന്നുള്ള മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ആ കാണുന്ന ത്രികോണം ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു ത്രികോണം മാത്രമാണ്. ആ ഗ്രൗണ്ടിലുള്ള ത്രികോണത്തിലെ ഹൈപ്പോട്ടിന്യൂസ് കർണം നമ്മൾ കണ്ടുപിടിച്ചാൽ, 1 മുതൽ 9 വരെ കണ്ടുപിടിച്ചാൽ ആ ലെങ്ത്തിന്റെ കൂടെ 500 mm പൊങ്ങിയാണ് ഈ റൗണ്ട് വരുന്നതെന്ന് കാണാം. ആ മെഷർമെന്റിന്റെ കൂടെ 500 mm ഒരു ലൈൻ 90 ഡിഗ്രിയിൽ, 9 മുതൽ 1 വരെ കിട്ടിയിരിക്കുന്ന അളവിന്റെ കൂടെ 90 ഡിഗ്രിയിൽ 500 mm വെർട്ടിക്കൽ ഹൈറ്റ് എന്നറിയാം. 500 mm കൂടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വന്നെത്തുന്ന പോയിന്റ് മുതൽ 9 വരെയുള്ള പോയിന്റ് വരെ എന്താണോ ട്രൂ ലെങ്ത് അത് കൃത്യമായി കിട്ടും. അപ്പോൾ 1 മുതൽ 9 വരെ ഗ്രൗണ്ട് ലെവലിലുള്ള ഹൈപ്പോട്ടിന്യൂസ് കർണമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ കർണത്തിന്റെ കൂടെ ഒരു ത്രികോണം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഈ 9 മുതൽ 1 വരെയുള്ളത്
ഒരു ബേസ് ആയിട്ട് ഒരു പാദമായിട്ട് എടുത്തുകൊണ്ട് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കും. അതായത് മുകളിലേക്ക് പോകുന്ന 500 mm നമ്മൾ താഴെ ഫ്ലോറിൽ വരച്ചിട്ട് ആ 500 mm എത്തിച്ചേരുന്ന മൂലയും ഇപ്പോൾ വരച്ചിരിക്കുന്ന 1 മുതൽ 9 വരെയുള്ളതിലെ 9ന്റെ മൂലയും തമ്മിൽ യോജിപ്പിക്കും. അതിലെ ഹൈപ്പോട്ടിന്യൂസ്, അതിലെ കർണമായിരിക്കും 9 മുതൽ 1 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത്. നമുക്ക് ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാം, ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാം. ഇതിനെന്ത് ചെയ്യേണ്ടി വരും? ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഇത് ഒരു വൃത്തമാണ്, 400 ഡയമീറ്റർ ഉള്ളത്. അപ്പോൾ ഇവിടം മുതൽ, സെന്റർ മുതൽ ഇവിടം വരെ എത്രയായിരിക്കും? 0 വരെ 200 ആയിരിക്കുമെന്നറിയാം. അതുപോലെ ഈ സെന്റർ മുതൽ 1 വരെയും 200 ആയിരിക്കുമെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. അതുപോലെ ഇവിടം മുതൽ ഇവിടം വരെയും ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിൽ നിന്ന് ലംബമായിട്ട് മുകളിൽ കാണുന്ന ലൈനിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അത് ഞാൻ ഇപ്പുറത്തെ അടുത്ത പേജിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് അതിൽ ഞാൻ മുഴുവൻ മെഷർമെന്റുകൾ എഴുതുന്നില്ല. സെന്ററിലെ സി എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടാകും, 0 എന്നുള്ള മെഷർമെന്റ് ഉണ്ടാകും, 1 എന്നുള്ള മെഷർമെന്റ് ഉണ്ടാകും. കൂടുതൽ മെഷർമെന്റുകൾ ഞാനിങ്ങനെ എഴുതുന്നില്ല. നമുക്ക് ഈ ത്രികോണം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മെഷർമെന്റ് എടുക്കാൻ പറ്റും, അളവുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത പേജിൽ ആ 200 എന്നുള്ള ട്രയാങ്കിളും 200 എന്നുള്ള ലൈനും താഴെയുള്ള 200 എന്നുള്ള ലൈനും അവിടെ നിന്ന് ലംബമായി വരച്ചിരിക്കുന്ന ലൈനും നോക്കുക. ആ മേൽ പറഞ്ഞ ത്രികോണം നമ്മളിവിടെ വരയ്ക്കാൻ പോവുകയാണ്. സി, ആ 400 ഡയമീറ്റർ ഉള്ള റൗണ്ടിന്റെ സെന്ററാണ്. സെന്ററിൽ നിന്ന് 0 വരെയും സെന്ററിൽ നിന്ന് 1 വരെയും ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങോട്ടേക്കും ഒരു ലൈൻ വരയ്ക്കുക, ഇങ്ങോട്ടേക്കും ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ വരയ്ക്കുന്ന ലൈനിൽ നിന്ന് ലംബമായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഏകദേശം ഇവിടെ വന്നത് കൂട്ടിമുട്ടും. അതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതായത് 400 ഡയമീറ്റർ ഉള്ള ഈ റൗണ്ടിൽ സെന്ററിൽ നിന്ന്, സിയിൽ നിന്ന് 0യിലേക്ക് ഒരു ലൈൻ വരച്ചു, സെന്ററിൽ നിന്ന് 1ലേക്കും ഒരു ലൈൻ വരച്ചു. 1ൽ നിന്ന് നമ്മൾ ലംബമായിട്ട്, അതായത് സി മുതൽ 0 വരെയുള്ള ലൈനിൽ ലംബമായി വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു. അപ്പൊ ഇത് 90 ഡിഗ്രി ആയെന്നർത്ഥം, 90 ഡിഗ്രി ആയി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷർമെന്റും കണ്ടുപിടിക്കാം, ഈ മെഷർമെന്റും കണ്ടുപിടിക്കാം. എങ്ങനെയാണത്? ഒരു ട്രയാങ്കിളിലെ മെഷർമെന്റുകൾ കണ്ടുപിടിക്കാൻ 2 അളവുകൾ ഉണ്ടെങ്കിൽ ബാക്കി 3ാമത്തെ അളവ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് 2 തരം ഫോർമുലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് A² + B² = C² എന്നുള്ള ഫോർമുല. ഇനി അഥവാ ഡിഗ്രി അതിലുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഡിഗ്രി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ മുതലായ ഫോർമുലകളും ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നോക്കുക. മുമ്പ് പറഞ്ഞ പോലെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് എത്രയാണ്? 200 ആണ് നമുക്കറിയാം, കാരണം അത് ആരമാണ്. ഇത് 400 ഡയമീറ്റർ വ്യാസമുള്ള റൗണ്ട് ആണെങ്കിൽ അതിന്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് 200 ആയിരിക്കും, അല്ലേ? ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് 200 ആയിരിക്കും. അതുപോലെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് 200 ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് 200 ആണ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് 200 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടം വരെയുള്ള മെഷർമെന്റ് അല്ല, ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കി അളവുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം ഈ ഒരു മെഷർമെന്റ് കൂടി, അതായത് 1 മുതൽ ഇവിടം വരെ കൂട്ടിമുട്ടുന്നുവോ അതുകൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ ഈ 200 എന്നുള്ള മെഷർമെന്റും ഡിഗ്രിയും ഉപയോഗിച്ച് നമുക്ക് ഈ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം ഈ പറഞ്ഞ മെഷർമെന്റ് വെച്ച് തന്നെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം. 200 എന്നുള്ള മെഷർമെന്റിന്റെ കൂടെ ഡിഗ്രി എത്രയാണ് ഇതിന്റെ? നിങ്ങൾക്കറിയാം, ഒരു വൃത്തം വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഡിഗ്രി 360 ആണെന്നറിയാം. അതായത് ഒരു ലൈൻ നമ്മളിവിടെ വരച്ചു,
അതിനുശേഷം വേണമെങ്കിൽ 1 ഡിഗ്രി 2 ഡിഗ്രി മാറി ഒരു ലൈൻ വേറെ ഒരെണ്ണം വരയ്ക്കാം. പകരം അവിടെ എങ്ങും ലൈൻ വരക്കാതെ അടുത്ത ലൈൻ വരക്കുന്നത് ഒരു വൃത്തം കറങ്ങി 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 അതേ ലൈനിന്റെ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഒരുപാട് ദൂരം നമ്മുടെ ലൈൻ വരക്കാനുള്ള കോൺ കടന്നുപോയി, ഒരുപാട് ഡിഗ്രിയിൽ കറങ്ങി. ആ മൊത്തം കറങ്ങിയ ഡിഗ്രിയാണ് 360 ഡിഗ്രിയായി നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഒരു വൃത്തം വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഡിഗ്രിയാണ് 360 ഡിഗ്രി. നമുക്ക് എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്? നമുക്കിവിടെ എത്ര ഡിഗ്രിയാണ് വേണ്ടത്? നമ്മളിത് എത്രയായിട്ടാണ് ഭാഗിച്ചത്? 0 മുതൽ 1 വരെ ഭാഗിച്ചു, 1 മുതൽ 2 വരെ, അങ്ങനെ ഭാഗിച്ച് ഈ അർദ്ധഭാഗത്ത് തന്നെ 6 ഭാഗിച്ചിരിക്കുന്നു. ബാക്കി അർദ്ധഭാഗത്തും 6. അതായത് മൊത്തം പെരിമീറ്ററിനെ, മൊത്തം ചുറ്റളവിന് നമ്മൾ 12 ഭാഗിച്ചിട്ടുണ്ട്. 360നെ 12 ഭാഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ത്രികോണം, അതായത് 0 മുതൽ സെന്റർ വരെയും സെന്റർ മുതൽ 1 വരെയുള്ള ത്രികോണത്തിന്റെ ഉള്ളിലുള്ള ഡിഗ്രി കിട്ടും. അതെത്രയായിരിക്കും? 360നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 360 ഡിഗ്രിയെ. അതായത് ഞാനിവിടെ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഈ ലൈനിൽ തുടങ്ങി കോൺ വരയ്ക്കാനായിട്ട് നമ്മൾ അടുത്ത ലൈൻ ഉപയോഗിക്കുന്നത് അതും ആ ലൈനിൽ തന്നെയാണ്. അപ്പോൾ അത് ഈ ആരോ മുതൽ ആ ആരോ വരെ 360 ഡിഗ്രിയാണ്. ഈ ഡിഗ്രി എത്രയായിരിക്കും? 0 മുതൽ 1 വരെ ഉള്ള എത്ര മെഷർമെന്റുകൾ ഇതിലുണ്ട്? 12 എണ്ണം ഉണ്ട് അല്ലേ? ഞാനെല്ലാം എഴുതിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. 0 കഴിഞ്ഞ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6 കഴിഞ്ഞ് വീണ്ടും 6 ഉണ്ട്. 5, 4, 3, 2, 1, 0 വരെയുള്ള 6 12 എണ്ണമുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഗ്രി 30 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്കറിയാം. 200 എന്നുള്ള ഹൈപ്പോട്ടന്യൂസും കർണവും 30 ഡിഗ്രി ഉപയോഗിച്ചാൽ നമുക്ക് ഈ മെഷർമെന്റും കണ്ടുപിടിക്കാം, ഈ മെഷർമെന്റും കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാം. ഏത് ഫോർമുല ഉപയോഗിക്കേണ്ടി വരും? പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഞാൻ ഉത്തരം പറയുന്നത് കണക്കാക്കാതെ നിങ്ങൾ തന്നെ കുറച്ചു നേരം, 5 മിനിറ്റ് നേരം എന്റെ വീഡിയോ പോസ്റ്റിലിട്ടിട്ട് നിങ്ങൾ തന്നെ അതിന്റെ ഉത്തരം ചെയ്യുക. അതിനുള്ള ഫോർമുലകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, കർണം, എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കോസ് തീറ്റ ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അതായത് സമീപവശം ഹരണം കർണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ടാൻ തീറ്റയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് എതിർവശം ഹരണം സമീപവശം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഡിഗ്രിയും ഈ കർണവും ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നുള്ളതിൽ ഏതായിരിക്കും യോഗ്യമായി വരുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ശരിയായി വരുന്നത് സൈൻ തീറ്റയായിരിക്കും. കാരണം സൈൻ തീറ്റ എന്നുള്ള ഫോർമുല എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്നുള്ളതാണ്. എതിർവശം ഹരണം കർണം എന്നുള്ളതാണ്. ഈ സൈൻ തീറ്റ, സൈൻ 30 എന്ന് പറയുന്നതിന്റെ എതിർവശം ഏതാണ്? ഇത് നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ ആ ഫോർമുലയിൽ അത് കിട്ടാനുണ്ട്. ഹരണം എച്ച്, കർണം നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ആ ഇക്വേഷനിൽ ഓപ്പോസിറ്റ് സൈഡ് മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കിട്ടാനുള്ളതുമാണ്. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിലെ മെഷർമെന്റുകൾ ഇതിലേക്ക് കൊടുക്കാം. സൈൻ 30 എന്ന് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 30 ആണ് ഇവിടെ. സൈൻ 30 ആണ്. സൈൻ 30 എന്ന് കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് അതേപടി തന്നെ എഴുതാം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് എഴുതി. ഹരണം എച്ച്, ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് കർണം. നിങ്ങളോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്, വിവരിക്കുന്നില്ല. 90 ഡിഗ്രിയുടെ എതിർവശത്തുള്ള ലൈനാണ് ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. ഒരു ത്രികോണത്തിലെ ഏറ്റവും വലിയ വശവും അത് തന്നെയായിരിക്കും. അപ്പോൾ
സൈൻ തീറ്റ സൈൻ 30 ഇസിക്കൽ ടു സൈൻ 30 ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഹരണം 200 എന്നായി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളത് ഇവിടെ നിർത്തിക്കൊണ്ട് ഈ 200 ഇസിക്കൽ ടുവിന്റെ സമത്തിന്റെ എതിർവശത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ താഴെയുള്ളത് അവിടെ മുകളിലായി വരുമെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഹരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 200 താഴെയുള്ളത് അപ്പുറത്തേക്ക് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അത് മുകളിൽ വന്നു. ഇവിടെ ഹരിച്ചിരിക്കുന്ന 200 അവിടെ വരുമ്പോൾ ഗുണിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇസിക്കൽ ടു സൈൻ 30 ഇൻറ്റു 200 എന്ന് കിട്ടി. നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ സൈൻ 30 ഇൻറ്റു 200 എന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 100 ആയിരിക്കും. സൈൻ 30 ഇൻറ്റു 200. സൈൻ 30 ഇൻറ്റു 200 ഇസിക്കൽ ടു സമം നമുക്ക് കിട്ടുന്ന ഉത്തരം 100 എന്നുള്ളതാണ്. നമുക്ക് 100 എന്ന് ഉത്തരം കിട്ടി. എന്താണ് ഈ 100? ഈ ത്രികോണത്തിലെ എതിർവശമാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. ഇതാണ് എതിർവശം. ഇവിടം മുതൽ ഇവിടം വരെയാണ് എതിർവശം. ഇവിടം മുതൽ ഇവിടം വരെയാണ് എതിർവശം. ഇവിടം മുതൽ ഇവിടം വരെയാണ് എതിർവശം. ഞാൻ ഇവിടെ 100 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ സ്ക്വയർ ടു റൗണ്ട് ജോബിലെ ഈ മെഷർമെന്റ് ആണല്ലോ നമുക്കിപ്പോൾ കിട്ടിയത്. ഇവിടം മുതൽ ഇവിടം വരെ 100 എന്ന് കിട്ടി അല്ലേ? 100 എന്ന് കിട്ടി. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? ഇവിടം മുതൽ ഈ ലൈൻ മുതൽ ഇവിടം വരെ 400 ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ ത്രികോണത്തിലെ ഈ 100 എന്ന് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടം മുതൽ ഇവിടം വരെ എത്രയായിരിക്കും? അത് നിങ്ങൾക്കറിയാവുന്നതാണ്, 400 ആണെന്ന്. ഇവിടം മുതൽ ഇവിടം വരെ 400 ആണെന്ന് അറിയാം. എങ്ങനെ? ഈ സമചതുരം 800 ആണ് അതിന്റെ നീളവും വീതിയും എന്നറിയാം. ഇവിടം എങ്കിൽ അതിന്റെ പകുതി മുതൽ ഏറ്റവും അറ്റം വരെ 400 ആയിരിക്കുമെന്നറിയാം. അതിന്റെ പകുതി ഭാഗം 400 ആയിരിക്കും എന്നറിയാം. ഈ 400-ൽ ഇത്രയും ഭാഗം 100 ആണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഞാനിവിടെ 100 എന്ന് എഴുതിയിട്ടുണ്ട്. പകുതി മുതൽ ബാക്കി സ്ഥലം വരെ 400 ആണ്. ഈ പകുതി മുതൽ ഇവിടം വരെയും 400 ആണ്. ഇവിടം മുതൽ ഇവിടം വരെ 400 ആണ്. അതിലിവിടം മുതൽ ഇവിടം വരെ 100 ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 300 ആയിരിക്കും. ഇവിടം മുതൽ ഇവിടം വരെ 300 ആണ്. ഇവിടം മുതൽ ഇവിടം വരെ 100 ആണ്. മൊത്തത്തിൽ ഇവിടം മുതൽ ഇവിടം വരെ 400 ആണ്. ഈ 400-ഉം ഇവിടുത്തെ 400-ഉം കൂടി കൂട്ടുമ്പോൾ മൊത്തം നീളമായ 800 കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു മെഷർമെന്റ് കിട്ടി. ഇവിടെ നിന്നുള്ള ഇവിടം വരെയുള്ള അളവ് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ട ഏതാണ്? ഇവിടം മുതൽ ഇവിടം വരെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ത്രികോണം കിട്ടും. ആ ത്രികോണത്തിലെ ഹൈപ്പോട്ടിന്യൂസ്, കർണം ഗ്രൗണ്ട് ലെവലിൽ കൂടി പോകുന്ന, അതായത് സമചതുരം ഈ ജോബിന്റെ താഴെ സമചതുരമാണ്. ആ സമചതുരത്തിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണത്. അത് ട്രൂ ലെങ്ത് അല്ല, അതിന്റെ കൂടെ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണ്? 500 mm. 500 mm കൂടി ആ ലൈനിന്റെ കൂടെ 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തിട്ട് 500 mm മാർക്ക് ചെയ്യണം. 500 mm എവിടെ വന്ന് അവസാനിക്കുന്നുവോ ആ മൂല മുതൽ മുമ്പ് വരച്ചിരിക്കുന്ന ലൈനിന്റെ മൂല 9 വരെയുള്ള മെഷർമെന്റ് എത്രയാണെന്ന് നോക്കുക. അതായിരിക്കും 9 മുതൽ 1 വരെയുള്ള ട്രൂ ലെങ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മെഷർമെന്റ് കണ്ടുപിടിച്ചു. ഇനി ഈ മെഷർമെന്റ് കൂടി കണ്ടുപിടിക്കണം. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതും ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഫോർമുല വേണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെന്നാണെങ്കിൽ a² + b² = c² എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാലും മതിയാവും. കാരണം ഇവിടെ ഒരു സൈഡുണ്ട്, ഒരു ഹൈപ്പോട്ടിന്യൂസ് ഉണ്ട്. ഇതും ഇവിടെ മുതൽ ഇവിടം വരെ മാത്രമാണ് കിട്ടാൻ ബാക്കിയുള്ളത്. അപ്പൊ വേണമെങ്കിൽ a² + b² = c² എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ സൈൻ തീറ്റയോ കോസ് തീറ്റയോ ടാൻ തീറ്റയോ ഏതാണ് ഉചിതം അത് ഉപയോഗിക്കാം. ഇവിടം മുതൽ ഇവിടം വരെ കിട്ടേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഫോർമുല കോസ് തീറ്റയാണ്. കാരണം അത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഈ കോസ് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ്, സമീപവശം എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളതാണ്. അത് നമുക്ക് കിട്ടേണ്ടതുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാം.
ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ആ ഹൈപ്പോട്ടിന്യൂസ് ഓൾറെഡി ഉണ്ട് താനും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കോസ് തീറ്റ ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. സമീപവശം ഹരണം കർണം എന്നുള്ളതിലെ അളവുകൾ നമുക്ക് കൊടുക്കാം. കോസ് തീറ്റയിലെ തീറ്റ എന്ന് പറയുന്ന ഡിഗ്രി ആണെന്നറിയാം. ഇപ്പോഴത്തെ ഡിഗ്രി 30 ഡിഗ്രി ആണെന്ന് കണ്ടു നമ്മൾ. അതുകൊണ്ട് കോസ് 30 എന്ന് എഴുതി. ഇനിയുള്ളത് എന്താണ്? അഡ്ജസന്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ്. നമുക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതേപടി തന്നെ എഴുതാം. അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് നമുക്കുണ്ട് ഓൾറെഡി. എന്താണ്? ഇതാണ് ഹൈപ്പോട്ടിന്യൂസ് 200. നമ്മൾ 200 എന്ന് എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ട അഡ്ജസന്റ് സൈഡ് ആണ്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ അഡ്ജസന്റ് സൈഡ് ഇവിടെ നിർത്തിക്കൊണ്ട് ഈ 200 എന്നുള്ളത് സിക്കൽ 2ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ താഴെയുള്ളത് അവിടെ മുകളിൽ വരുമെന്നും ഹരിച്ചിരിക്കുന്ന ഗുണിക്കുമെന്നും പറയുന്നത്. അതുകൊണ്ട് അഡ്ജസന്റ് സൈഡ് ഇവിടെ നിർത്തിക്കൊണ്ട് 200 ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 200 മുകളിൽ വന്നു. കോസ് 30യുടെ കൂടെ ഗുണിക്കുകയും ചെയ്തു. നിങ്ങൾ ഗുണിച്ച് നോക്കുക. ഞാൻ ഗുണിച്ച് എഴുതി വച്ചിരിക്കുന്ന മെഷർമെന്റ് ആണിത്. ഞാൻ കാൽക്കുലേറ്ററിൽ സമയക്കുറവ് കൊണ്ട് കാണിക്കുന്നില്ല. നിങ്ങൾ പക്ഷെ എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുകൊണ്ട് കാൽക്കുലേറ്ററിൽ ഈ മെഷർമെന്റ് ആണെന്ന് സാക്ഷ്യപ്പെടുത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റൂ. മറ്റു സിനിമകൾ കണ്ടുപോകുന്നത് പോലെ എന്റെ വീഡിയോ കണ്ടുപോകരുത്. 173.2 എന്ന് കിട്ടി. എന്താണ് 173.2? അത് അഡ്ജസന്റ് സൈഡാണ്, സമീപവശമാണ്. ഏത് സമീപവശം? ഈ ത്രികോണത്തിലെ കോസ് 30യുടെ സമീപവശം. അതായത് ഇവിടം മുതൽ ഇവിടം വരെ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 173.2 എന്ന് ഞാൻ ഇപ്പുറത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. ഇത് 30 ഡിഗ്രി ആയിരിക്കുമ്പോൾ, ഇത് 200 ആയിരിക്കുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ 173.2 എങ്കിൽ നമ്മൾക്ക് ഈ മെഷർമെന്റ് കൂടി കിട്ടുമല്ലോ. എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണ്? 200 ആണെന്ന് നമുക്കറിയാം. ഇവിടം മുതൽ ഇവിടം വരെ 200 ആണെന്ന് അറിയാം. കാരണം ഇതിന്റെ ഡയമീറ്റർ 400 ആണ്. അപ്പൊ ഇവിടം മുതൽ ഇവിടം വരെ 200 ആകുമെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ചെറിയ നീളം എത്രയായിരിക്കും? ഈ 200 173.2 കുറച്ചാൽ മതിയല്ലോ. നിങ്ങൾ കുറയ്ക്കുക, കാൽക്കുലേറ്ററിൽ കുറയ്ക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 26.8 എന്നായിരിക്കും. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം 26.8. ഇനി ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം എത്രയാണ്? അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം 200 ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം എന്താണ്? മൊത്തം നീളം ഇവിടം മുതൽ ഇവിടം വരെ 800 ആണ്. ഇവിടം മുതൽ ഇവിടം വരെ 400 ആണ്. എങ്കിൽ അവശേഷിക്കുന്ന ഈ ഭാഗവും ഈ ഭാഗം കൂടി കൂട്ടിയാൽ നമുക്ക് 400 കിട്ടണം. ഇത് 200 ആണ്, അതുകൊണ്ട് തന്നെ ഇത് 200 ആണ്, അതുകൊണ്ട് തന്നെ 200 400 ആ 400ന്റെ കൂടെ ഈ 400 ഇവിടം വരെയുള്ള 400 കൂട്ടിയാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം 800 ആണ്. അത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം 800 എന്ന്. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് കിട്ടിയപ്പോൾ 26.8 ഈ മെഷർമെന്റ് നമുക്ക് അറിയാം 200. അപ്പൊ 200ഉം 26.8 കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 226.8. അപ്പൊ നമുക്ക് നമ്മൾ വളരെയധികം ട്രൂ ലെങ്ത്തിന്റെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ഇപ്രകാരമുള്ള ഒരു ട്രയാങ്കിളിലെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ടതിന്റെ ഈ ഒരു മെഷർമെന്റ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 300 എന്നുള്ളത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള 226.8 എന്നെല്ലാം കിട്ടിയെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് എത്രയായിരിക്കും? ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് കിട്ടിയാലും അത് ട്രൂ ലെങ്ത് അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം അത് പ്ലാനിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഗ്രൗണ്ടിലൂടെ പോകുന്ന മെഷർമെന്റുകൾ മാത്രമാണ്. ഗ്രൗണ്ടിൽ, ഫ്ലോറിൽ, ആ പ്ലെയിനിലൂടെ മാത്രം പോകുന്ന, ആ തലത്തിലൂടെ മാത്രം പോകുന്ന അളവുകളാണ്. എങ്കിലും അത് കണ്ടുപിടിച്ചതിന് ശേഷം എത്ര പൊക്കത്തിലാണ് ഇതിരിക്കുന്നത്? 500 mm. ആ അളവ് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിന്റെ കൂടെ 90 ഡിഗ്രിയിൽ 500 കൂടി മാർക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കുന്ന ത്രികോണത്തിലെ ഹൈപ്പോട്ടിന്യൂസ് കർണമായിരിക്കും. മുകളിലെ 1 എന്നുള്ള പോയിന്റ് മുതൽ താഴെയുള്ള 9 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത്. ഓക്കെ, നമുക്കിത് കണ്ടുപിടിക്കുക. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അതിന് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് a² + b² = c². ഞാൻ കൂടുതൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ തന്നെ ചെയ്യണം. a² സ്ഥലത്ത് നിങ്ങൾ 226.8 സ്ക്വയർ എന്ന് എഴുതണം. അവിടെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ ഇത്രയും വലിയ ഒരു മെഷർമെന്റ് കിട്ടും. 5432.2 കിട്ടും. b² എന്താണ്? b എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവാണ്. അത്
300 സ്ക്വയർ നമുക്ക് 90,000 എന്ന് കിട്ടും. അത് സി സ്ക്വയർ ആണ്. നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിന്റെ വർഗ്ഗമൂലം, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതിന്റെ വർഗ്ഗമൂലം കാണിക്കാൻ വേണ്ടി നമ്മൾ സ്ക്വയർ റൂട്ട് എന്ന് നമ്മൾ ചിഹ്നം കൊടുത്തിരിക്കുന്നു, വർഗ്ഗമൂലം എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മെഷർമെന്റുകളും കൂട്ടുക, ഈ മെഷർമെന്റുകൾ കൂട്ടുക. ആ കിട്ടുന്ന ഉത്തരം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ചെയ്യണം. സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഞാൻ കാൽക്കുലേറ്ററിൽ കാണിക്കാത്തത്. ഇവ രണ്ടും കൂട്ടിയ ഉത്തരമാണത്. ആ ഉത്തരത്തിന്റെ സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം എടുക്കണം. എങ്ങനെ? കാൽക്കുലേറ്ററിൽ എടുക്കണം. അപ്പോൾ അതെടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 376.1 ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ വീഡിയോ 5 മിനിറ്റ് പോസ്റ്റിലിട്ടിട്ട് ഈ മെഷർമെന്റുകളെല്ലാം ശരിയാണെന്ന് നോക്കണം. നമുക്ക് നോക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടു സി സ്ക്വയർ 226.8 സ്ക്വയർ 226.8 സ്ക്വയർ പ്ലസ് ഇവിടം മുതൽ ഇവിടം വരെ 300 സ്ക്വയർ 300 സ്ക്വയർ ഇസിക്കൽ ടു സമം നമുക്ക് കിട്ടുന്ന ഉത്തരം മുമ്പ് പറഞ്ഞതുപോലെ ഈ മെഷർമെന്റ് കിട്ടി. ഈ മെഷർമെന്റിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണമെന്ന് പറഞ്ഞു. സ്ക്വയർ റൂട്ട് ഓഫ് ആൻസർ എന്തായിരിക്കും? ഇസിക്കൽ ടു നമുക്ക് കിട്ടുന്ന ഉത്തരം 376.1. നമുക്ക് കിട്ടുന്ന ഉത്തരം 376.1. എന്താണ് ഈ 376.1 എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് 376.1. ഈ സ്ക്വയറും കൂട്ടി ആ കൂട്ടിക്കിട്ടിയ ഉത്തരത്തിന്റെ സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം എടുത്തു. അപ്പോൾ നമുക്ക് 376.1 എന്ന് കിട്ടി. ഇവിടം മുതൽ ഇവിടം വരെ 376.1 ആണ്. അത് ഞാൻ അടുത്ത പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. 376.1. ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് 376.1. എന്നാൽ അതല്ല ട്രൂ ലെങ്ത് എന്ന് നമുക്കറിയാം. നമുക്ക് ട്രൂ ലെങ്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഗ്രൗണ്ടിലുള്ള ലൈനുകളാണ്. ഈ 226.8 എന്ന് പറയുന്നതും 300 എന്ന് പറയുന്നതും ഇപ്പോൾ കിട്ടിയ 376.1. ഈ 376.1ന്റെ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ 90 ഡിഗ്രിയിൽ ഒരു 500 mm വരച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ 500 mm വരയ്ക്കുന്നത്? വെർട്ടിക്കൽ ഹൈറ്റ് 500 ആണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ അങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞു വന്നത്. ഇത് പ്ലാനാണ്, ഇത് എലിവേഷനാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മെഷർമെന്റ് 1 മുതൽ 9 വരെയുള്ള ഗ്രൗണ്ടിലുള്ള, ഫ്ലോറിലുള്ള, സമചതുരത്തിന്റെ പ്ലെയിനിലുള്ള, സമചതുരത്തിന്റെ തലത്തിലുള്ള മെഷർമെന്റ് ഹൈപ്പോട്ടിനസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ആ ഹൈപ്പോട്ടിനസിന്റെ കൂടെ 500 mm പൊക്കത്തിലാണ് റൗണ്ട് വരുന്നത്. 500 mm പൊക്കത്തിലാണ്. ഇത് എലിവേഷനാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വന്ന കാരണം അതിനെക്കുറിച്ച് വിശദവിവരങ്ങളില്ല. അപ്പോൾ ഈ മെഷർമെന്റിന്റെ കൂടെ, അതായത് 376.1 എന്നുള്ള മെഷർമെന്റിന്റെ കൂടെ, 376.1 എന്നുള്ള മെഷർമെന്റിന്റെ കൂടെ, ഈ 376.1 എന്നുള്ള മെഷർമെന്റിന്റെ കൂടെ 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചിട്ട് 376.1 എന്നുള്ള മെഷർമെന്റിന്റെ കൂടെ, അത് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. 376.1 കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ കണ്ടുപിടിച്ചത്, അതായത് 226.8ഉം 300ഉം കൂടുമ്പോൾ 376.1 കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ഇപ്പുറത്ത് വരച്ചിട്ടുണ്ട്. 376.1 കിട്ടുന്നത് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ 376.1ന്റെ കൂടെ പൊങ്ങി വരുന്ന എത്ര ദൂരമാണ്? 500 mm. അപ്പൊ 376.1ന്റെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് 90 ഡിഗ്രിയിൽ മറ്റൊരു ലൈൻ വരയ്ക്കുക. അതിന്റെ നീളം എത്രയായിരിക്കണം? 500 mm. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത് 376.1. അവിടെ നിന്ന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു 500 mm. ആ രണ്ട് ലൈനുകളുടെയും എൻഡിൽ നിന്ന് ഒരു ത്രികോണം വരച്ചാൽ, ഒരു ലൈൻ വരച്ചാൽ ഒരു ത്രികോണമായി, മട്ടത്രികോണമായി, അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്രയായിരിക്കുമോ അതായിരിക്കും മുകളിലെ 1 എന്നുള്ള പോയിന്റ് മുതൽ താഴെയുള്ള 9 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? ഇത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലെയിൻ ലെങ്ത് ആണ്.
ഒരിക്കലും ഇത് ട്രൂ ലെങ്ത് ആയിട്ട് കണക്കാക്കരുത്. ഗ്രൗണ്ട് ലെവലിലെ സമചതുരത്തിന്റെ പ്ലെയിനിലെ സമചതുരത്തിന്റെ തലത്തിലെ 9 മുതൽ 1 എന്നുള്ള പോയിന്റിന്റെ നേരെ അടിയിൽ, അതിന് ഞാൻ 1 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 1 എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1 മുകളിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ 9 മുതൽ 1 എന്നുള്ളതിന്റെ നേരെ അടിയിൽ ഉള്ള പോയിന്റിന് 1 ഞാൻ കൊടുത്തിരുന്നു. ആ മെഷർമെന്റ് 376.1 അതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ് 500 ആയതിനാൽ അവ തമ്മിൽ വരുന്ന ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിച്ചാൽ ട്രൂ ലെങ്ത് കിട്ടും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. പല എപ്പിസോഡുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. A² + B² C². A² നമ്മളിവിടെ 376.1 സ്ക്വയർ എന്ന് കൊടുക്കുക. 376.1 സ്ക്വയർ ആണ് 19,994. 500 സ്ക്വയർ ആണ് 2,50,000. അപ്പോൾ A² + B² C². അതിൽ C² നമുക്ക് കണ്ടുപിടിക്കുന്നത് C ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് വർഗ്ഗമൂലം. അപ്പോൾ ഇതിന്റെയും വർഗ്ഗമൂലമാക്കാൻ വേണ്ടിയാണ് സ്ക്വയർ റൂട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 മെഷർമെന്റ് തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2,69,994. അതിന്റെ വർഗ്ഗമൂലം എടുത്തു കഴിഞ്ഞാൽ ഈ C കിട്ടും, കർണം കിട്ടും, ഹൈപ്പോട്ടിന്യൂസ് കിട്ടും. എടുക്കുക, നമുക്ക് കിട്ടുന്ന ഉത്തരം 625.7. ഏതാണ് 625.7 എന്ന് പറയുന്നത്? ഇവിടം വരെയുള്ള ദൂരമാണ് 625.7. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് 625.7. ഞാൻ ഇവിടെ മനസ്സിലാകാൻ വേണ്ടി ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പ്ലെയിൻ ലെങ്ത് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ 625.7 എന്നുള്ളത് ട്രൂ ലെങ്ത് ആണെന്നും എഴുതി. അതായത് മുകളിലുള്ള 1 എന്നുള്ള പോയിന്റ് മുതൽ താഴെയുള്ള 9 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത്, സത്യമായിട്ടുള്ള നീളമാണ് 625.7. അപ്പൊ ഇതും ട്രൂ ലെങ്ത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് എഴുതാം. നമ്മൾ ഇന്നലെ ട്രൂ ലെങ്ത്തുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ട്രൂ ലെങ്ത്തുകളെല്ലാം എഴുതി. അതുപോലെ നമുക്ക് ഇവിടെയും ട്രൂ ലെങ്ത് എഴുതാം. 625.7 എന്ന് എഴുതാം. 1 മുതൽ 9 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത് 625.7. 0 മുതൽ 9 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത് 670.8 എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചതാണ്. 0 മുതൽ 10 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത് 538.5 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ കണ്ടുപിടിച്ചത് 1 മുതൽ 9 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത് 625.7. അതായത് 1 മുതൽ 9 വരെയുള്ളതിന്റെ ട്രൂ ലെങ്ത് 625.7. അപ്പൊ ഇനി 2 മുതൽ 9 വരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. കാരണം എന്താണ്? ഇത് ഒരു സമചതുരമാണ്. സമചതുരത്തിന് കൃത്യം മധ്യഭാഗത്താണ് റൗണ്ടിലേക്ക് മധ്യഭാഗത്തേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചാൽ അതിൽ ആ ലൈനിൽ നിന്ന് എത്ര അകലത്തിലാണോ 1 അത്രയും അകലത്തിൽ തന്നെയായിരിക്കും 2. അതുകൊണ്ട് 9 മുതൽ 1 വരെയുള്ള ദൂരവും 9 മുതൽ 2 വരെയുള്ള ദൂരം തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു. അത് തുല്യമായിരിക്കുന്നത് പോലെ 8 മുതൽ 4 വരെയുള്ള മെഷർമെന്റും 8 മുതൽ 5 വരെയുള്ള മെഷർമെന്റും തുല്യമായിരിക്കും. അപ്പോൾ ഈ 9 മുതൽ 1 എന്നുള്ള വരെയുള്ള മെഷർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8 മെഷർമെന്റ് കിട്ടി. അതായത് 9 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് ഈ ലൈൻ കിട്ടി, 9 മുതൽ 2 വരെയുള്ള ഈ മെഷർമെന്റ് കിട്ടി, 8 മുതൽ 4 വരെയുള്ള ഈ മെഷർമെന്റ് കിട്ടി, 8 മുതൽ 5 വരെയുള്ള ഈ മെഷർമെന്റ് കിട്ടി. ഇതിന്റെ തന്നെ എതിർവശത്തും ഇവിടെ ഒരു 8 ഉണ്ടെന്നറിയാം. 8 മുതൽ 5 ഇവിടെ ഉണ്ടെന്നറിയാം. 8 മുതൽ 5 വരെയുള്ള കിട്ടി. അതോടൊപ്പം 8 മുതൽ 4 സമാനമായി ഒരു 8 ഇവിടെ ഉണ്ടെന്നും ഒരു 4 ഇവിടെ ഉണ്ടെന്നും നിങ്ങൾക്കറിയാം. അതായത് 0, 1, 2, 3, 4, 5, 6 ശേഷം വീണ്ടും 5 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്. അപ്പോൾ 9 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 എണ്ണം കിട്ടി. 1 ഈ മെഷർമെന്റ് ആണ്, ഇതാണ്, മറ്റൊന്ന് ഇതാണ് അതിന്റെ എതിർവശത്ത് വരുന്ന മെഷർമെന്റുകളാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും എതിർവശത്ത് മെഷർമെന്റുകൾ വരുന്നുണ്ട്. 9 മുതൽ 1 വരേക്ക് സമാനമായി ഇവിടെയും മെഷർമെന്റ് വരുന്നുണ്ട്. 9 മുതൽ 2 സമാനമായി ഇവിടെയും മെഷർമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും മെഷർമെന്റുകൾ കിട്ടിയ സ്ഥിതിക്ക് ഡെവലപ്മെന്റുകൾ ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മൾ ആകെ വരച്ചിട്ടുള്ളത് 10 മുതൽ 0 വരെ, 0 മുതൽ 10 വരെയുള്ള മെഷർമെന്റ് എടുത്തു, നമ്മൾ വരച്ചു കഴിഞ്ഞു. 10 മുതൽ 9 വരെയുള്ളത് നമ്മൾ വരച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. 0 മുതൽ 9 വരെയുള്ളതും നമുക്ക്
കിട്ടി, നമ്മളത് വരച്ചു കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയ മെഷർമെന്റ് ആണ് 1 മുതൽ 9 വരെയുള്ളത്. അപ്പോൾ 1 മുതൽ 9 വരെ, അതായത് 9 എന്നുള്ള കോർണർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രയോ മെഷർമെന്റുകൾ നമുക്ക് വരയ്ക്കാം. 9 നിന്നാണ് 10, 9 നിന്നാണ് 0, 9 നിന്നാണ് 1, 9 നിന്നാണ് 2, 9 നിന്നാണ് 3, 9 നിന്നാണ് 8. ഇത്രയും മെഷർമെന്റുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ 9 നിന്ന് 0 കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 9 1ലേക്കുള്ള മെഷർമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 9 1ലേക്കുള്ള മെഷർമെന്റ് 625.7. നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെ 625.7 മാർക്ക് ചെയ്യാം. പക്ഷെ നമുക്കറിയില്ല എത്ര ദൂരം മാറിയാണ് വരുന്നതെന്ന്, എത്ര ദൂരം മാറിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം 9 മുതൽ 1 വരെ 625.7 എന്നുള്ളത് ഒരു സെഗ്മെന്റ് വരച്ചെടുക്കുക, ഒരു വൃത്തഖണ്ഡം വരച്ചെടുക്കുക, ഒരു ചെറിയൊരു റൗണ്ട് വരച്ചെടുക്കുക. ഇവിടെ 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് കൂടി കണ്ടുപിടിച്ചാൽ മതിയല്ലോ. എത്രയായിരിക്കും 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ്? എത്രയായിരിക്കും 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ്? മൊത്തം പെരിമീറ്റർ നോക്കണം അല്ലേ, മൊത്തം ചുറ്റളവ് നോക്കണം. അതിന് എത്ര കൊണ്ട് ഹരിക്കണം? 12 കൊണ്ട് ഹരിക്കണം. കാരണം എന്താണ്? 12 ആയിട്ടാണ് നമ്മൾ ഇവിടെ ഭാഗിച്ചിരിക്കുന്നത്. ഇവിടെ 6, ഇവിടെ 6. അപ്പൊ നമുക്ക് ആദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കാം. അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം, ചുറ്റളവ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 12 ആയിട്ട് ഹരിക്കാം. നമ്മുടെ ഡയമീറ്റർ എത്രയാണ്? 400 ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കഴിഞ്ഞ പല എപ്പിസോഡുകളിലും പറഞ്ഞു തന്നിട്ടുണ്ട്. വിശദവിവരങ്ങളിൽ കടക്കുന്നില്ല. പൈ ഇൻറ്റു ഡി എന്നാണ് പറഞ്ഞു തന്നിട്ടുണ്ട്. പി ഇസിക്കൽ ടു പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ എഴുതുക. ഡി എത്രയാണ്? 400 ആണ്. അത് അതേപടി എഴുതി. അപ്പോൾ പി കണ്ടുപിടിക്കാൻ പൈ ഇൻറ്റു 400 നിങ്ങളത് കാൽക്കുലേറ്ററിൽ ചെയ്യുക. പൈ ഇൻറ്റു 400 നമുക്ക് കിട്ടുന്ന ഉത്തരം 1256.6. 1256.6 എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ തുടങ്ങി ഒരു വൃത്തം കറങ്ങി അവിടെ തന്നെ എത്തുന്ന ദൂരമാണ്. നമുക്ക് അത്രയും വേണ്ട, അതിലെ 12ൽ 1 മതി. അതുകൊണ്ട് 1256.6നെ 12 കൊണ്ട് ഹരിക്കണം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഡയമീറ്റർ 400 ആണെന്നും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പെരിമീറ്റർ 1256.6 എന്നാണ്. ഈ 1256.6നെ ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ. നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി ആദ്യം 0 മുതൽ 10 വരെയുള്ള മെഷർമെന്റ് അവിടെ വരച്ചിട്ടു. ഇവിടെ വരച്ചിട്ടു. അതിനുശേഷം 10 മുതൽ 9 വരെയുള്ളത് വരച്ചിട്ടു. 9ൽ നിന്ന് നമ്മൾ പല സ്ഥലത്തേക്ക് വരയ്ക്കാമെന്ന് പറഞ്ഞു. 9ൽ നിന്ന് 10ലേക്ക് വരയ്ക്കാം, 9ൽ നിന്ന് 0ലേക്ക് വരയ്ക്കാം, 9ൽ നിന്ന് 1ലേക്ക് വരയ്ക്കാം, 9ൽ നിന്ന് 2ലേക്ക് വരയ്ക്കാം, 9ൽ നിന്ന് 3ലേക്ക് വരയ്ക്കാം, 9ൽ നിന്ന് 8ലേക്ക് വരയ്ക്കാം. ഇത്രയും വരയ്ക്കാം. അപ്പോൾ അതിൽ നമ്മൾ 9ൽ നിന്ന് 1ലേക്ക് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു മെഷർമെന്റിന്റെ കാരണത്താൽ നമ്മൾ ഇപ്പോൾ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിച്ചത്. അതിന്റെ ഉത്തരവും നമുക്ക് കിട്ടി. പെരിമീറ്ററായിട്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? 1256.6. 1256.6 ആണെങ്കിൽ അതിനെ 12 കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഇത്രയും ഭാഗത്തിന്റെ മാത്രം ചുറ്റളവ്. 1256.6നെ 12 കൊണ്ട് ഹരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 104.7 എന്നാണ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ളതിന്റെ പെരിമീറ്റർ 104.7 ആണ്. അതും നമുക്ക് ട്രൂ ലെങ്ത്തുകളുടെ കൂട്ടത്തിൽ എഴുതാം. ട്രൂ ലെങ്ത്തുകൾ എഴുതിയിരിക്കുന്ന കൂട്ടത്തിൽ അത് നമുക്ക് എഴുതാം 104.7. അതായത് 0 മുതൽ 1 വരെയുള്ള ദൂരം 104.7. അപ്പോൾ 1 മുതൽ 2 വരെയുള്ളത് എത്രയാണ്? തീർച്ചയായിട്ടും 104.7. എല്ലാ മെഷർമെന്റുകളും ഈക്വലായിട്ട് ഒരേ രീതിയിൽ ഭാഗിച്ചിരിക്കുന്നതിനാൽ 0 മുതൽ 1 വരെയുള്ള അകലം തന്നെയായിരിക്കും 1 മുതൽ 2 വരെയും, അതുപോലെ 2 മുതൽ 3 വരെയും, ഇപ്രകാരം എല്ലാ 3 മുതൽ 9 വരെയും, 3 മുതൽ 4 വരെയും, 4 മുതൽ 5 വരെയും, 5 മുതൽ 6 വരെയും. അത് തന്നെയാണ് ഇപ്പുറത്തുമുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചു തുടങ്ങുകയാണ്. ഇത്രയും ഭാഗം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഡെവലപ്മെന്റിലെ നമ്മൾ ഇതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇത് കട്ട് ചെയ്തതിന് ശേഷം, ഈ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇത്ര സ്ഥലങ്ങളിൽ ബെൻഡ് ചെയ്തതിന് ശേഷം, ഞാൻ ബെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 10നും 1നും അടക്കം ഇത്രയും ദൂരത്ത് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബെൻഡ് മാർക്കായിട്ട് കിടക്കും. അത് അഭംഗിയാണ്. ഒരു വർത്തുളാകൃതി നമുക്ക് ഇവിടെ തോന്നണമെങ്കിൽ ഇൻ ബിറ്റ്വീനിൽ ഇടയ്ക്കും ചെറിയ ബെൻഡിങ്ങുകൾ കൊടുത്ത് ഇത് വർത്തുളാകൃതിയായിട്ട് തന്നെ തോന്നണം. ആകെ ബെൻഡിങ് ഉള്ളതായിട്ട് കോർണറിൽ മാത്രമേ അനുഭവപ്പെടാൻ പാടുള്ളൂ. കോർണറിൽ നിന്ന് വൃത്തത്തിന്റെ ഭാഗത്തേക്ക് പോകുന്തോറും ബെൻഡിങ്ങിന്റെ പാടേ കാണാൻ പാടില്ല. ബെൻഡിങ്ങിന്റെ പാട് കാണാൻ പാടുള്ളത് സമചതുരാകൃതിയിലുള്ള കോർണറിനോട് അടുത്ത സ്ഥലങ്ങളിലാണ്. റൗണ്ടിന്റെ ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ ബെൻഡിങ്ങിന്റെ പാടേ കാണാൻ പാടില്ല. എങ്കിൽ ഈ 0നും 1നും ഇടയ്ക്ക് ബെൻഡ് ചെയ്യുമ്പോൾ വേറെയും ലൈനുകൾ
ഉള്ളിൽ വരച്ചതിന് ശേഷം ചെയ്യണം. നമ്മൾക്കിപ്പോൾ മെഷർമെന്റ് എടുക്കാനുള്ള ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 0 മുതൽ 10 വരെ വരച്ചു, 10 മുതൽ 9 വരെ വരച്ചു, 9 മുതൽ 0 വരെ വരച്ചു, അത്രയും പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം 9 മുതൽ 1 വരെ വരച്ചപ്പോഴാണ് നമ്മൾ നിന്ന് പോയത്. അപ്പോൾ 9 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് നമുക്കറിയാം 625.7. നമ്മൾ ഇങ്ങോട്ട് വരച്ചു. വരയ്ക്കുമ്പോൾ തന്നെ ആ കോമ്പസ് മാറ്റാതെ 9 മുതൽ 1 വരെ ഇവിടെയും വരക്കണം. കാരണം ഇപ്പുറത്തും ഉണ്ടെന്ന് പറഞ്ഞു. ആ കോമ്പസ് മാറ്റരുത്. ഒരിക്കൽ കൂടി ആ മെഷർമെന്റ് തന്നെയാണ്. ഈ 9 മുതൽ 2 വരെയുള്ളതും ആ മെഷർമെന്റ് തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. 9 മുതൽ 2 വരെയുള്ളതും ആ മെഷർമെന്റ് തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? 9 മുതൽ 2 വരെയുള്ളതും 9 മുതൽ 1 വരെയുള്ളതും ഒരേ മെഷർമെന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കോമ്പസ് മാറ്റാതെ അപ്പോൾ തന്നെ വരച്ചിട്ടേക്കുക. നമ്മളുടെ കാൽക്കുലേഷനുകളും ഡെവലപ്മെന്റ് എളുപ്പമാവും. അപ്പോൾ 9 മുതൽ 1 വരെ വരച്ചു. പക്ഷെ അത് എവിടെയാണ് ഈ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആർക്ക് വൃത്തഖണ്ഡം ഖണ്ഡിക്കുന്നതെന്നറിയാൻ 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 104.7. അത് ഒരു കോമ്പസിൽ എടുത്തുകൊണ്ട് ഖണ്ഡിക്കുക. അപ്പൊ ഈ വൃത്തഖണ്ഡവും ഇവിടെ നിന്നുള്ള വൃത്തഖണ്ഡവും ഖണ്ഡിക്കുന്ന പോയിന്റ് ആണ്. അപ്പൊ 1 കിട്ടി. 9 മുതൽ 1 വരെ കിട്ടി. ഇനി ഈ 9 മുതൽ 1 വരെ ഏത് റേഡിയസ് ഉപയോഗിച്ചു ആ റേഡിയസിനെ 9 മുതൽ 2 വരെ ഉപയോഗിക്കുക. 0 മുതൽ 1 വരെ ഏത് റേഡിയസ് ഉപയോഗിച്ചു അത് തന്നെ വീണ്ടും 1 മുതൽ 9 വരെ ഉപയോഗിക്കുക. ഇനി 9 മുതൽ 3 വരെയാണ്. അത് ഏതാണ്? 9 മുതൽ 10 വരെ ഏത് ഉപയോഗിച്ചുവോ, 0 മുതൽ 9 വരെ ഏത് ഉപയോഗിച്ചുവോ ആ മെഷർമെന്റ് തന്നെ 9 മുതൽ 3 വരെയുള്ളതിന് ഉപയോഗിക്കുക. ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തന്നെ ഇവിടെയും മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ സമയനഷ്ടം വരും, ആക്യുറസി നഷ്ടപ്പെടും. ഓക്കെ, 9 മുതൽ 3 വരെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താണ്? 9 മുതൽ 8 വരെ മാർക്ക് ചെയ്യണം. 9 മുതൽ 8 വരെ എത്രയാണ് മെഷർമെന്റ്? 9 മുതൽ 8 വരെ അതിന് ട്രൂ ലെങ്ത് ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, പ്ലാനിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്നത് ആ പ്ലാനിൽ നിന്ന് കണ്ട അതേ പാരലായിട്ടാണ്, അതിന് സമാന്തരമായിട്ടാണ്, മുകളിൽ നിന്നുള്ള നോട്ടത്തിന്റെ സമാന്തരമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ട്രൂ ലെങ്ത് ആണ്. മുകളിൽ നിന്ന് നോക്കുന്നതും ട്രൂ ലെങ്ത് ആണ്, ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുന്നതും. 9 മുതൽ 8 വരെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കിയാലും ട്രൂ ലെങ്ത് ആണ്. നോക്കുന്ന നോട്ടത്തിന്റെ ലൈൻ എപ്രകാരമാണോ, നോട്ടത്തിന്റെ ദൃശ്യം കണ്ണിൽ നിന്ന് പോയിന്റിലേക്കുള്ള നോട്ടത്തിന്റെ ലൈൻ എപ്രകാരമാണോ അതിന്റെ കൃത്യം 90 ഡിഗ്രിയിലാണ് 800 കിടക്കുന്നത്. അതുകൊണ്ട് ട്രൂ ലെങ്ത് ആണ്. ഇവിടെയും പ്ലാനിലും മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന നോട്ടത്തിന്റെ ലൈൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ലംബമായിട്ടാണ്, 90 ഡിഗ്രിയിലാണ് ഇത് കിടക്കുന്നത്. ഇത് ട്രൂ ലെങ്ത് ആണ്. 9 മുതൽ 8 വരെ ട്രൂ ലെങ്ത് ആണ്. എത്രയാണ് ഇത് മെഷർമെന്റ്? 800 ആണെന്ന് നമുക്കറിയാം. 9 മുതൽ 8 വരെ എത്രയാണ്? 800 ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ അപ്രകാരം നോക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 9 മുതൽ 8 വരെ 800 ആണ്. എല്ലാ വശങ്ങളും 800 ആണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടാണ് തുടങ്ങിയ ആ ചിത്രം മാത്രം ഒന്ന് നമുക്ക് നോക്കാം. തുടങ്ങിയ ചിത്രം ഏറ്റവും ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങിയത് ഇവിടെ മുതൽ ഇവിടം വരെ 800 ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സമചിതരമായതിന് ഇതും 800 ആണ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. 9 മുതൽ 8 വരെയുള്ള മെഷർമെന്റ് 800 ആണെന്ന് കണ്ടു. 9 മുതൽ 8 വരെ 800 ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെവലപ്മെന്റ് വരക്കാൻ 9 മുതൽ 8 വരെ 800 കോമ്പസിൽ എടുക്കുക, ഒരു വൃത്തഖണ്ഡം വരയ്ക്കുക. ഇനി 3 നിന്ന് 8ലേക്കുള്ള വൃത്തഖണ്ഡമാണ് വരയ്ക്കേണ്ടത്. 3 നിന്ന് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 നിന്ന് 9ലേക്കുള്ള ദൂരമാണ്. 3 നിന്ന് 9ലേക്കുള്ള ദൂരമാണ് 9 നിന്ന് 0ലേക്കുള്ള ദൂരം. 9 നിന്ന് 0ലേക്കുള്ള ദൂരം നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. 9 0 എത്രയാണ്? 670.8. അപ്പൊ ഇവിടെ നിന്ന് 670.8 മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് 800 മാർക്ക് ചെയ്യുക. ഇത് വൃത്തഖണ്ഡിച്ചു. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല. കാരണം എന്താണ്? ഈ അളവുകൾ, ഈ 8 മുതൽ 3 വരെയുള്ള അളവാണ് 9 മുതൽ 3 വരെയുള്ള അളവ്. 8 മുതൽ 9 വരെയുള്ള 4 വരെയുള്ള അളവാണ് ഏത്? 9 മുതൽ 2 വരെയുള്ള അളവും 9 മുതൽ 1 വരെയുള്ള അളവും, 9 മുതൽ 2 വരെയുള്ള അളവും 9 മുതൽ 1 വരെയുള്ള അളവും. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ 8 മുതൽ 4 വരെയുള്ള അളവും 8 മുതൽ 5 വരെയുള്ള അളവും. ഈ 8 അളവും ഒരേ മെഷർമെന്റാണ്. ഇവിടെ എഴുതിയിട്ടുമുണ്ട്. ഈ 8 മുതൽ 5 വരെ 625.7, 8 മുതൽ
5 വരെ 625.7 എഴുതിയിട്ടുണ്ട്. അതായത് 1 മുതൽ 9 വരെ 625.7 ആണ്. 2 മുതൽ 9 വരെ 625.7 ആണ്. 1 മുതൽ 9 വരെ 625.7 ആണ്. 2 മുതൽ 9 വരെ 625.7 ആണ്. അത് തന്നെയാണ് ഇവിടെയും നാം കാണുന്നത്. 8 മുതൽ 4 വരെ 625.7 ആണ്. 8 മുതൽ 5 വരെ 625.7 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു ലൈനും കൂടി അതേ റേഡിയസ് ആണ്. അതുപോലെ ഇപ്പോൾ എതിർവശവും അതാണെന്ന് കരുതിക്കൊണ്ട് ഉടനടി തന്നെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ലൈൻ വരച്ചു, ഈ ലൈൻ വരച്ചു, ഈ ലൈൻ വരച്ചു, ഈ ലൈൻ വരച്ചു. അതെല്ലാം വരയ്ക്കാൻ ഇവിടെ നിന്നുള്ള 104.7, 0 മുതൽ 0 വരെ 104.7, അതാണ് ഇവിടെ എല്ലാം കൊടുക്കേണ്ടത്. 4 മുതൽ 5 വരെയും 104.7, 5 മുതൽ 6 വരെ 104.7. അപ്പോൾ നമുക്ക് ഇവിടം വരെ കിട്ടി. ഇനി അവശേഷിക്കുന്നത് 7 എന്ന് പറയുന്ന മെഷർമെന്റ് ആണ്. 7 ഏതാണ്? 7 ഇതാണ്. ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായി 0 തുടങ്ങി 7 വരെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പകുതി ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ തന്നെ പകുതി അങ്ങോട്ടും വരയ്ക്കുന്നതിനാൽ ഒരു വൃത്തം, ഒരു സ്ക്വയർ ടു റൗണ്ടിന്റെ പൂർണ്ണമായ ഡെവലപ്മെന്റ് തീരുകയാണ്. 0 മുതൽ 10 വരെയാണ് തുടങ്ങിയത്, അവസാനിപ്പിക്കുന്നത് 6 മുതൽ 7 വരെയാണെങ്കിലും അപ്പോൾ തന്നെ പകുതിയും കൂടി ചെയ്ത കാരണം പൂർണ്ണമായിട്ടുള്ള ഒരു സ്ക്വയർ ടു റൗണ്ട് ഡെവലപ്മെന്റ് കഴിയും. എങ്ങനെയാണ് ഈ 7 കണ്ടെത്തുക? 6 മുതൽ 7 വരെ എത്രയാണ് മെഷർമെന്റ്? മുമ്പേ കണ്ടുപിടിച്ച 0 മുതൽ 10 വരെയുള്ള മെഷർമെന്റ്. 0 മുതൽ 10 വരെ എത്രയാണ്? 538.5. ഇത് 538.5 ആണെങ്കിൽ ഇവിടെയും 538.5 മാർക്ക് ചെയ്യണം. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് എത്രയാണ്? 8 മുതൽ 7 വരെയുള്ള മെഷർമെന്റ് എത്രയാണ്? 8 മുതൽ 7 വരെയുള്ള മെഷർമെന്റ് എത്രയാണ്? നിങ്ങൾക്കറിയാം, ഇവിടം മുതൽ ഇവിടം വരെ 800 ആണ്, ഇവിടം മുതൽ ഇവിടം വരെ 800 ആണ്, ഇവിടം മുതൽ ഇവിടം വരെ 800 ആണ്. എങ്കിൽ 800ന്റെ പകുതിയല്ലേ 8 മുതൽ 7 വരെ? 400. അപ്പോൾ അതും ഡെവലപ്മെന്റ് ചെയ്യുക. ഇവിടെ നിന്ന് 8ൽ നിന്ന് 7ലേക്ക് ഒരു റൗണ്ട് വരയ്ക്കുക, റൗണ്ടിന്റെ ഒരു ഖണ്ഡം വരയ്ക്കുക. 6ൽ നിന്ന് 7ലേക്കും പ്രസ്തുത മെഷർമെന്റ് എത്രയാണോ അത് നോക്കുക, ട്രൂ ലെങ്ത്തിൽ നോക്കുക, ആ മെഷർമെന്റ് വരയ്ക്കുക. അപ്പോൾ ഒരു പൂർണ്ണവൃത്തമായി. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഇതിന് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നു, ഇതിനെ നമ്മൾ പ്ലാൻ എന്ന് പറയുന്നു. ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നു, എലിവേഷൻ ആണ്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡെവലപ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ഒറ്റ പീസിൽ ഉണ്ടാക്കാൻ പ്രയാസമുള്ള ബെൻഡിങ് മെഷീനുകൾ ഉണ്ടാവും. തിക്നെസ് കൂടുന്നതനുസരിച്ച് അപ്രകാരം ചെയ്യാൻ പ്രയാസമുണ്ടാവും. എങ്കിൽ നിങ്ങൾക്ക് അതിനെ 2 ആക്കിയാം. അതായത് ഇവിടെ 0 മുതൽ 10 വരെയും 10 മുതൽ 9 വരെയും 9 മുതൽ 8 വരെയും 8 മുതൽ 1 വരെയും 1 മുതൽ 6 വരെയും തുടങ്ങി 1 വരെ അവസാനിക്കുന്ന ഒരു കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു പകുതി മറ്റൊരു പകുതി അങ്ങനെ ബെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അതും പ്രയാസമാണെങ്കിൽ വീണ്ടും അതിനെ 4 ആക്കാം. അതായത് ഇവിടെ 10 മുതൽ 9 വരെയും 9 മുതൽ ഇതിന്റെ മധ്യഭാഗത്തു നിന്ന് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 പീസുകളായി. ഇവിടം മുതൽ ഇവിടം വരെയും ഇവിടം വരെയും ഇവിടം വരെയും ഇവിടം വരെയും വരുന്ന ഒരു ഭാഗം. അതുപോലത്തെ എത്ര ഭാഗം വരും? ഇതിന് 4 എണ്ണം വരും. ഇനി അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നെങ്കിൽ അതിനെ 8 ആക്കി ഭാഗിക്കാം. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണം നിങ്ങൾക്കെടുക്കാം. ഇങ്ങനെ ഒരു ത്രികോണം നിങ്ങൾക്കെടുക്കാം. അത് പ്ലെയിൻ ആണ്, അതിൽ ബെൻഡിങ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഒരു ത്രികോണം നിങ്ങൾക്കെടുക്കാം. പ്ലെയിൻ ആണ്, അതിൽ ബെൻഡിങ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഒരു ത്രികോണം എടുക്കാം, അതിൽ ബെൻഡിങ് വരുന്നില്ല, കട്ടിങ് മാത്രമേ വരുത്തുള്ളൂ. ഇങ്ങനെ ഒരു ത്രികോണം എടുക്കാം. പിന്നെ എന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? ബെൻഡിങ് വരുന്ന ഭാഗം, ഞാനിപ്പോൾ കൈകൊണ്ട് വരച്ച് കാണിച്ച ഭാഗം, അത് മാത്രം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ 4 പീസ് വേണ്ടി വരും. 1, 2, 3, 4. അങ്ങനെയാകുമ്പോൾ വെൽഡിംഗ് ജോയിന്റുകളുടെ എണ്ണം കൂടും, പക്ഷെ ബെൻഡ് ചെയ്യാൻ എളുപ്പവുമാണ്.
ഒന്നാമത്തെ രീതി അനുസരിച്ചാണെങ്കിൽ ബിൽഡിംഗ് ജോയിന്റുകളുടെ ആവശ്യമില്ല, പക്ഷെ ബെൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ബെൻഡിങ് മെഷീനിൽ ഏത് തരത്തിൽ ചെയ്താൽ ഉചിതമാകുമെന്നുള്ളതിന്റെ എസ്റ്റിമേഷൻ എടുക്കുക. ഒറ്റ പീസിലെടുക്കണമോ, 2 പീസിലെടുക്കണമോ, 4 പീസിലെടുക്കണമോ, 8 പീസിലെടുക്കണമോ എന്ന് ചിന്തിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ എല്ലാ കട്ടിങ്ങുകളും ആദ്യത്തെ കട്ടിങ് 2ആക്കണമെങ്കിൽ കൃത്യം മധ്യഭാഗത്ത് കൊടുക്കാൻ പറഞ്ഞു. അതിനു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. ഇവിടം കട്ടിങ് വരുന്ന രീതിയിൽ ബാക്കിയുള്ള ഭാഗം, അതായത് കുറച്ച് ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചേർക്കേണ്ടി വരും. അങ്ങനെയും ആവാം. അങ്ങനെയും നിങ്ങൾക്ക് 2 പീസിന് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് 4 പീസിന് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് 8 പീസിന് ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ പ്രസക്തമായ വീഡിയോകളുമായി ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരാം. അതിനു മുമ്പ് ഇപ്പോൾ ചെയ്ത ഈ സ്ക്വയർ ടു റൗണ്ട് ജോബിന്റെ ഇംഗ്ലീഷ് വേർഷനിലേക്ക് ചെയ്യേണ്ടതുണ്ട്, ഹിന്ദി വേർഷനും ചെയ്യേണ്ടതുണ്ട്. അതായത് മലയാളം വേർഷന്റെ പേരാണല്ലോ ഫാബ്രിക്കേറ്റഡ് കോൺസ് മലയാളം എപ്പിസോഡ് എന്ന പേരിൽ. അതിന്റെ ഇംഗ്ലീഷും ഹിന്ദിയും ചെയ്യേണ്ടതുണ്ട്. അതായത് അതിന്റെ പേര് വേറെതാണ്, സ്ട്രക്ചറൽ സൂപ്പർവൈസേഴ്സ് മാനുവൽ ഹിന്ദി എപ്പിസോഡെന്നും ഡിഗ്രി കാൽക്കുലേഷൻസ് ഇംഗ്ലീഷ് എപ്പിസോഡെന്നും പേരിലുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ മലയാളികളല്ല, അവർക്ക് ഈ മലയാളം അറിയില്ല എങ്കിൽ എന്റെ ഇംഗ്ലീഷ് ഇത് തന്നെ ഇംഗ്ലീഷിൽ എടുക്കുന്നുണ്ട്, ഇത് തന്നെ ഹിന്ദിയിൽ എടുക്കുന്നുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് അവരോട് പറയാം. ഞാൻ എന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫാബ്രിക്കേഷനെ കുറിച്ചുണ്ടായ അറിവിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും കൂടുതൽ അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഈ വീഡിയോ മറ്റൊരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യേണ്ടതില്ല, സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ തുടങ്ങിയ ദിവസം മുതലുള്ള വീഡിയോയുടെ ഈ സ്ക്വയർ ടു റൗണ്ട് തുടങ്ങിയത് മുതലുള്ള വീഡിയോകളുടെ ചെറിയൊരു ചിത്രം ഒരിക്കൽ കൂടി കാണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.